തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ യുവതി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശിയും ദന്ത ഡോക്ടറുമായ സൗമ്യയാണ് മരിച്ചത്. സംഭവത്തിൽ പാറശാല പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അരുൺമോഹൻ ചേരുന്നുണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങളുമായി. അരുൺമോഹൻ, പുലർച്ചെയാണ് ഈ ദന്ത ഡോക്ടറായിട്ടുള്ള സൗമ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആത്മഹത്യയാണെന്ന് പോലീസ് ഉറപ്പിക്കുകയാണോ? അപ്പം അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആത്മഹത്യ ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം. എന്നാലും ഈ പറയുന്ന അന്വേഷണം പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ ഇന്ന് പുലർച്ചെ 2 മണിക്കായിരുന്നു ഈ പറയുന്ന അവരുടെ ഉദയകുളങ്ങര സ്വദേശിയായ സൗമ്യ എന്ന 31കാരി ആദർശിന്റെ ഭാര്യയെ വീട്ടിലെ ടോയ്ലറ്റിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ വീട്ടിൽ ആദർശിന്റെ അമ്മയും ഒപ്പം സൗമ്യയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സൗമ്യ ഒരു ദന്തൽ ഡോക്ടർ കൂടെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഡിപ്രഷന് ഉണ്ടായിരുന്നു എന്ന് അറിയുന്നു. കാരണം 4 വർഷത്തോളം ഇവർക്ക് ഇതുവരെ കുട്ടികളായില്ല എന്നുള്ളൊരു ഒരു ഡിപ്രഷനിൽ അവർ ചികിത്സ തേടിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. അവന് മരുന്ന് നൽകിയെങ്കിലും മരുന്ന് കഴിച്ചിട്ടില്ല എന്നും ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം ഈ മരണത്തിന് വഴിതെളിച്ചതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. എന്തായാലും ഇപ്പോൾ നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മൃതദേഹം ആർഡിയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മരണം നടക്കുന്ന സമയത്ത് വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അവരൊന്നും ഇത് ആ സമയത്ത് അറിഞ്ഞിരുന്നില്ലേ? പ്രത്യേകിച്ചും കഴുത്തറുത്ത് സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ളത് സംഭവങ്ങൾ സാധാരണ മറ്റേതെങ്കിലും പല മാർഗങ്ങളും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടത് ആത്മഹത്യയാണെന്ന് തന്നെയാണോ പോലീസിന്റെ നിഗമനം? സ്വാഭാവികമായും ടോം സൂചിപ്പിച്ചതുപോലെ ഒരു ദുരൂഹത നമുക്ക് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം കഴുത്തറുത്ത നിലയിൽ യുവതി കാണപ്പെടുക അല്ലെങ്കിൽ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ദുരൂഹത ഉണ്ട്. പോലീസ് നമ്മൾ ആ ഒരു ഭാഗം തന്നെയാണ് പോലീസിനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷേ പോലീസ് ഇപ്പോൾ നിൽക്കുന്ന നിലപാട് ഇവർ സ്വയം അത് കൃത്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അവർ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഔദ്യോഗികമല്ലെങ്കിലും ഇപ്പോൾ പറയുന്നത്. കാരണം ഇനി മൃതദേഹ പരിശോധനയും ഒപ്പം പോസ്റ്റ്മോർട്ടം ഫലങ്ങളൊക്കെ വരാനുണ്ട്. എന്നാൽ മാത്രമേ ഇതിന് വ്യക്തമായ ഒരു ധാരണ എത്താൻ കഴിയൂ. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിനിടയിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ ഈ സമയം ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവ് ആദർശിന്റെ അമ്മ കുറച്ച് ദിവസത്തിന് മുമ്പ് അവർക്ക് 2 ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഓപ്പറേഷനെ തുടർന്ന് അവർ അവിടെ വീട്ടിലായിരുന്നു. ഈ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ രാത്രി 2 മണിക്ക് ശേഷം കാണാനില്ല. ഒക്കെ ഇപ്പോൾ ഈ പറയുന്ന ബാത്റൂമിൽ കഴുത്ത് അറുത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ പരാതികൾ ഈ പറയുന്ന ഒരു പരാതി ഉയർന്നില്ലെങ്കിലും സ്വാഭാവികമായും പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതിനെന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്നുള്ളത് പോലീസിന്റെ ഭാഗത്ത് പരിശോധന നടത്തി വരുന്നുണ്ട്. ടോം. തിരുവനന്തപുരത്ത് നിന്ന് അരുൺമോഹനാണ് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിലാണ് ദന്ത ഡോക്ടറെ കഴുത്തറുത്ത നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.